ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഐക്കൺ ഫോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസൈനേഴ്സിനെല്ലാം അറിയാം. അതായത് ഒരു ഫോണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഐക്കൺസുകൾ നമ്മുടെ ഡിസൈൻ ടൂളിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ട് ആ ഫോണ്ടിൽ നിന്ന് തന്നെ ഐക്കൺസുകൾ എടുത്ത് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ഐക്കൺ ലൈബ്രറി ഒരു ഫോണ്ടായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. അതായത് നിങ്ങൾ കുറച്ച് നല്ല പ്രൊഫഷണൽ ഐക്കൺസുകൾ ആദ്യം ഉണ്ടാക്കുന്നു. അതിനുശേഷം ആ ഐക്കൺസുകളെ എല്ലാം കൂടെ ചേർത്ത് ഒരു ഫോണ്ടാക്കി മാറ്റുന്നു. ആ ഫോണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ആ ഫോണ്ട് ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ കമ്പ്യൂട്ടറുകളിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചുകൊണ്ട് ആ ഒരു ഐക്കൺസിനെ, ആ ഒരു ഐക്കൺ സെറ്റിനെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫോണ്ടോസ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് വളരെ ഫേമസ് ആണ്. ഫോണ്ടോസോ ആണ് ഏറ്റവും നല്ലൊരു ഐക്കൺ ഫോൺസിന് എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന നല്ലൊരു ലൈബ്രറി. ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്ത് വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇതിൽ ഫ്രീ പ്ലാൻ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ എനിക്ക് തോന്നുന്നു വളരെ 2000 പരം വളരെ മനോഹരമായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഐക്കൺസുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ പ്രോ പ്ലാനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പറയുകയേ വേണ്ട, അത്രത്തോളം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐക്കൺസുകളുടെ ഒരു ലൈബ്രറിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാം. ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഫോൺസുകളെ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഡെവലപ്മെൻറ്റ് സൈഡിലും ഡെവലപ്പേഴ്സിന് ഇതിൻ്റെ ഫോണ്ട് അവർക്ക് എടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് അവർക്ക് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഐക്കൺസുകളെ കോൾ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ വെക്റ്റർ ക്വാളിറ്റിയാണ്, എത്ര വലിയ സൈസ് ആക്കിയാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകളാണ് ഇത്തരത്തിലുള്ള ഐക്കൺ ഫോണ്ടുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ നമുക്കും ഇതുപോലെ ഒരു ഫോണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഫോണ്ട് ഉണ്ടാക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഐക്കൺസുകളാണ്. നിങ്ങൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് ഐക്കൺ നല്ല രീതിയിൽ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് കൃത്യമായ ഗ്രിഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഐക്കൺസ് ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് കണ്ടുകൊണ്ട് എങ്ങനെയാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഐക്കൺസുകൾ വളരെ കൃത്യമായ ഒരു ഐക്കൺസിൻ്റെ ഒരു കൃത്യമായ ഒരു സ്കെൽട്ടനോട് കൂടി തന്നെ, കൃത്യമായ ഒരു സ്ട്രക്ചറോട് കൂടി തന്നെ ചെയ്യുന്ന രീതി. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഐക്കൺസുകൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഐക്കൺസുകളെല്ലാം വളരെ പ്രൊഫഷണലായിട്ട് മാറും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ സ്വന്തമായിട്ട് കുറച്ച് ഐക്കൺസുകളുടെ നല്ല ഒരു കളക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ഡ്യൂട്ടി. അപ്പോൾ അത്തരത്തിൽ ഐക്കൺ സെറ്റ് ചെയ്തെടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ ഒരു വീഡിയോ കണ്ട് അതിൻ്റെ സിസ്റ്റമാറ്റിക്കായുള്ള ഒരു രീതി മനസ്സിലാക്കാൻ പറയുന്നു. അപ്പോൾ എനിവേ ഞാനിവിടെ ഫിഗ്മയാണ് ഇവിടെ നമ്മൾ ഐക്കൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അഡോബ് എക്സ്ഡിയോ ഇലിസ്ട്രേറ്ററോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഐക്കൺസുകൾ ഉണ്ടാക്കുന്നത് വെക്റ്റർ ക്വാളിറ്റി ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ എനിവേ നമുക്കിപ്പോൾ ഐക്കൺസുകൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് തൽക്കാലം ഏതെങ്കിലും ഒരു പ്ലഗിൻസിൽ നിന്ന് കുറച്ച് ഐക്കൺസുകൾ എടുത്തിട്ട് നമുക്കിത് എങ്ങനെയാണ് ഫോണ്ടാക്കി മാറ്റുന്ന കാര്യങ്ങൾ എന്നുള്ളത് പഠിക്കാം. അപ്പോൾ എനിവേ ഞാനിവിടെ വന്ന് നമ്മുടെ പ്ലഗിൻസിൽ നിന്നും കുറച്ച് ഏതെങ്കിലും ഒരു ഐക്കൺസ് ലൈബ്രറി, ഞാനിവിടെ ഹീറോ ഐക്കൺസ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് തൽക്കാലം നമുക്ക് ഇവിടെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐക്കൺസുകൾ ഇവിടെ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഐക്കൺസുകൾ നിങ്ങൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യണം. ഒരിക്കലും മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ഐക്കൺസുകൾ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. പല ഐക്കൺസുകളും കോപ്പിറൈറ്റഡ് ഇഷ്യൂ ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വെച്ച് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയ ഐക്കൺസിൻ്റെ ഒരു ലൈബ്രറി ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊള്ളുക. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് ഐക്കൺസുകളൊന്നും വേണ്ട. ഇപ്പോൾ തൽക്കാലം നമുക്കിതൊന്ന് പഠിക്കാൻ ഭാഗമായിട്ട് നമുക്കൊരു 5-6 ഐക്കൺസുകൾ ഇവിടെ നിന്നുകൊണ്ട് തൽക്കാലത്തേക്ക് എടുത്തുകൊണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഐക്കൺസുകൾ ആദ്യം നമുക്കെടുത്ത് ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യാം. ഓരോ ഐക്കൺസുകൾ ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നു. അതിന് അടുത്തടുത്തായിട്ട് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഐക്കൺസുകൾ എടുക്കാം. ഞാൻ ഇതിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു ലൈബ്രറി എടുക്കുന്നു. ഇതെനിക്ക് ജസ്റ്റ് ഏതെങ്കിലും കുറച്ച് ഐക്കൺസുകൾ അതിങ്ങനെ ജസ്റ്റ് അടുത്തടുത്തായിട്ട് ഞാൻ ഇവിടുന്ന് എടുത്ത് പറക്കി വെക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഐക്കൺസുകൾ നിങ്ങൾ നല്ല കൃത്യമായിട്ട് ചെയ്തു ഇതുപോലെ അടുത്തടുത്തായിട്ട് കൊണ്ടുവയ്ക്കുക. ഞാൻ ജസ്റ്റ് എനിക്കിതിൽ നിന്ന് തോന്നുന്ന ഏകദേശം ഒരു 5-6 ഐക്കൺസുകൾ, എനിക്ക് തോന്നുന്നു ഒരു 5 എണ്ണം മതിയാവും, ധാരാളം. കാര്യം നമുക്കൊന്ന് ജസ്റ്റ് പഠിക്കുന്നതിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്കൊരു 5 ഐക്കൺസുകൾ ഇതുപോലെ എടുത്ത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഞാൻ ഈ പ്ലഗിൻ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഐക്കൺസുകൾ ഒരു 5 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഐക്കൺസ് ആണെന്ന് സങ്കല്പിക്കുക. ഇനി ഐക്കൺസുകളെല്ലാം കൂടെ ഞാനിങ്ങനെ 1 by 1 ആയിട്ട് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണ്. റൈറ്റ് സൈഡിൽ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് ഇതിൻ്റെ SVG ഫോർമാറ്റ് ആക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ വെക്റ്റർ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് SVG തന്നെ ആയിരിക്കണം. SVG ആക്കുന്നു. അതിനുശേഷം ഞാനിത് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ്പോർട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ നമുക്ക് ഒരു സിപ്പ് ഫോർമാറ്റിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കതിനെ വന്ന് ആ ഫോൾഡറിനെ സിപ്പിനെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിലേക്ക് കയറി ആ ഐക്കൺസുകളൊക്കെ ഒന്ന് കാണാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എക്സ്പോർട്ട് ചെയ്തപ്പം അതിവിടെ വന്നിട്ടുണ്ട്. അതിവിടെ
വെക്റ്റർ ഫോർമാറ്റിൽ തന്നെ SVG ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി. ഐക്കൺസുകൾ നിങ്ങളുടെ ഡിസൈൻ ടൂളിൽ ക്രിയേറ്റ് ചെയ്യുന്നു, എല്ലാം കൃത്യമായ അളവാണെന്ന് ഉറപ്പുവരുത്തുന്നു, എല്ലാം കൂടി ഒരുപോലെ വെച്ചുകൊണ്ട് നിങ്ങൾ അതിനെല്ലാം എക്സ്പോർട്ട് ചെയ്ത് SVG ആയിട്ട് ഒരു ഫോൾഡറിൽ സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്യൂട്ടി ആദ്യം ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഐക്കൺസ് എല്ലാം സെറ്റായി, എല്ലാം നല്ല ക്വാളിറ്റിയാണ്, എല്ലാം നല്ല സെയിം സൈസാണെന്നൊക്കെ എല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ പോകുന്ന പ്ലാറ്റ്ഫോമാണ് icomon.io എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. ജസ്റ്റ് icomon.io എന്ന് ഗൂഗിൾ ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് കിട്ടും. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. റൈറ്റ് ടോപ്പിലായിട്ട് icomon ആപ്പ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ മറ്റൊരു പേജിലേക്ക് അത് റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പേജിലേക്ക് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഐക്കൺസുകളെ ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഫോൾഡർ ഡൗൺലോഡിൽ വന്നിരിക്കുന്ന ആ ഐക്കൺസുകൾ ഒരു 5 എണ്ണം ഞാനിങ്ങനെ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, അത് ഇവിടെ ആയിട്ട് വരുന്നു. ഓക്കെ, ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഐക്കൺസുകളെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ടോപ്പിലായിട്ട് ഇവിടെ 2 ടൂളൊക്കെ കാണാം. ഇതിൽ വേണ്ടാത്തത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് മൂവ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ സെലക്ട് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഐക്കൺസുകളും ഇങ്ങനെ ജസ്റ്റ് 1 by 1 ആയിട്ട് ഒന്ന് സെലക്ട് ചെയ്യുക. അതായത് ഇത്ര ഐക്കൺസ് ആണ് ഞാൻ ഫോണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ കൂടുതൽ നിങ്ങൾക്കുണ്ടെങ്കിൽ കൂടുതലുള്ളത് സെലക്ട് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ സെലക്ട് ചെയ്തപ്പോൾ എല്ലാ ബോർഡറൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം റൈറ്റ് സൈഡിൽ ബോട്ടത്തിലായിട്ട് ജനറേറ്റ് ഫോണ്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളെ ഇതുപോലൊരു പേജിലേക്ക് പോകും. ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ 5 ഐക്കൺസുകളും ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. ഇതിനകത്ത് വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇവിടെ ക്യാമറ എന്ന് പറയുന്ന ഈ ഒരു ഐക്കൺ അവർ ആ പേരാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഷോ ലിഗേച്ചേഴ്സ് എന്ന് പറയുന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു F5 പോലെ ഇതിങ്ങനെ അത് നിങ്ങൾക്ക് ഓഫാക്കാനും ഓണാക്കാനും പറ്റും. അത് ഓണാക്കിക്കൊണ്ട് ഇവിടെ അതുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങൾ ഈ പേരുകൾ അവിടെയായിട്ട് F5യുടെ അവിടെയായിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ ഐക്കൺ മറ്റെന്തെങ്കിലും ഒരു പേരിലും കൂടെ അറിയണമെങ്കിൽ കോമ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ആ പേരും യൂസ് ചെയ്യാം. അതല്ല ഒരു പേരിലും അറിയപ്പെട്ടാൽ മതിയെങ്കിൽ ആ പേര് ഇവിടെ ഒന്ന് ലിഗേച്ചേഴ്സിൽ ഇവിടെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തോളുക. അതുപോലെ എല്ലാ ഐക്കൺസുകളുടെയും നിങ്ങൾക്ക് ഇവിടെ ഒരു പേരുകൾ കൊടുക്കുകയാണ്. കാര്യം ഈ പേര് വെച്ചിട്ടായിരിക്കും അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ അതേ പേരുകൾ തന്നെ തൽക്കാലം കോപ്പി ചെയ്യുന്നു, ഇവിടെ ആയിട്ട് പേസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് പേരുകളിൽ ഈ ഐക്കൺ അറിയപ്പെടണമെങ്കിൽ ആ പേരുകൾ കോമയിട്ടും കൊടുക്കാം. എനിവേ ഞാൻ അതാത് പേരുകൾ തന്നെ ജസ്റ്റ് കോപ്പി ചെയ്ത് F5 ഇട്ടു. ഇത് ഇൻ കേസ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ F5 എന്നുള്ള ഈ ഒരു ഏരിയ കണ്ടില്ലെങ്കിൽ ടോപ്പിൽ നിന്ന് ഇത് ഓണാക്കാനും ഓഫാക്കാനും മറക്കരുത്. അത് അവിടെ നിന്ന് ഓണാക്കിയതിന് ശേഷം ഈ പേര് കൊടുക്കുക. ആ ഒരു പേരിടിൽ കർമ്മം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ജസ്റ്റ് റൈറ്റ് ബോട്ടത്തിലായിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഐക്കൺസുകളെല്ലാം കൂടെ സെലക്ട് ചെയ്ത് അവരൊരു സെറ്റ് ഓഫ് ഒരു ഫോണ്ടാക്കി നമുക്ക് മുന്നിൽ തരും. ഓക്കെ, അതിവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തപ്പം അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടോപ്പിൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്ന് നിങ്ങൾക്ക് പേര് മറ്റും മാറ്റണമെങ്കിലോ ഇതിൻ്റെ കുറേ സെറ്റിങ്സുകളൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. CSS സെക്ടറൊക്കെ മാറ്റി കൊടുക്കാനുള്ള കുറേ ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ 7-നകത്ത് 6-നകത്തൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിലൊക്കെ പ്രത്യേകത ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പ്രിഫറൻസും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തോളുക. അപ്പോൾ എനിവേ അത് ഞാൻ ഇപ്പോൾ പ്രിഫറൻസ് പ്രത്യേകിച്ചൊന്നും സെറ്റ് ചെയ്തില്ല, എന്നാലും എൻ്റെ ഇതിവിടെ ഞാനിവിടെ ഡൗൺലോഡ് കൊടുത്തു. അപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വന്ന് നമ്മുടെ ഡൗൺലോഡിലേക്ക് വന്നിട്ട് നോക്കാം. ഇവിടെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം icomon വെർഷൻ 1 എന്ന് പറഞ്ഞിട്ട് ആ ഫോണ്ട് ഇവിടെ ഒരു സിപ്പ് ഫോൾഡറായിട്ട് തന്നു. അത് നമുക്കൊന്ന് അൺസിപ്പ് ചെയ്യാം. അൺസിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഫോൾഡറിലേക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കയറി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഫോൾഡറും ഫയലൊക്കെ കാണാം. അതിൽ ഫോൺസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഓട്ടോമാറ്റിക് ഉണ്ടാക്കി. അതിൽ icomon എന്ന് പറയുന്ന ഈ ഒരു പേരിൽ ഒരു TTF ഫോർമാറ്റിൽ ഒരു ഫോണ്ട് അവരുണ്ടാക്കി കഴിഞ്ഞു. കണ്ടോ, icomon എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം TTF ഫോർമാറ്റിലൊരു ഫോണ്ടാണ്. അതിൽ നിങ്ങൾക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ സാധാരണ ഒരു ഫോണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ തരത്തിൽ നിങ്ങൾ ആ ഫോണ്ടിനെ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒന്നും വേണമോ എന്ന് ജസ്റ്റ് കൂടെ ചോദിക്കുന്നു. അതുകൊണ്ട് എസ് അടിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വേറെ ഏതെങ്കിലും പേരിലാണ് കൊടുത്തിരുന്നെങ്കിൽ അത് വരത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ ഇത് ചെയ്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. റീപ്ലേസ് ചെയ്യാൻ കൊടുക്കുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഓക്കെ, സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടി. അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഫിഗ്മയിലേക്ക് വരികയാണ്. ഫിഗ്മയിലേക്ക് വരുമ്പോൾ ഓർത്തിരിക്കുക, ഫിഗ്മ ഇവിടെ ഓപ്പണായി കിടന്നത് കൊണ്ട് ഇപ്പം സാധാരണഗതിയിൽ നമുക്ക് ചില ഡിസൈൻ ടൂളുകളെല്ലാം തന്നെ ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടി വരും. കാരണം ആ ഒരു ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിനകത്ത് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഫിഗ്മ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഫിഗ്മ ഓപ്പൺ ചെയ്യുകയാണ്. അത് മറ്റൊന്നിനുമല്ല, അത് ജസ്റ്റ് ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്തത് ഇതിനകത്തൊന്ന് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ഫയലും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഫോണ്ടിൽ
എന്തൊക്കെ ഐക്കൺസ് ആണെന്ന് നമുക്കറിയാം. ഏകദേശം 5 ഐക്കൺസ് നമ്മൾ കൊടുത്തു. അതിൻ്റെ ഓരോന്നിൻ്റെയും പേരുകളുമാണ് ഇവിടെ കിടക്കുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, ക്യാമറ, ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ഐക്കൺസ്. അതിൽ ഞാൻ ക്യാമറ എന്നുള്ള ഐക്കൺ എനിക്ക് വേണമെങ്കിൽ ഞാൻ ക്യാമറ എന്നുള്ളത് ഒന്നുകിൽ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ആയിട്ട് വന്നിട്ട് ടെക്സ്റ്റ് ടൂളിൽ ക്യാമറ എന്നൊന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ആ ക്യാമറ എന്നുള്ളത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാം എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഈ ക്യാമറ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് വന്ന് ഫോണ്ടിനകത്ത് നമ്മൾ ഫോണ്ട് എടുക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പം ചെയ്ത ICOMOON എന്നുള്ള പേരിൽ, അതായത് ഐക്കോ മൂൺ എന്നുള്ള പേരിലാണ് ഫോണ്ട് ഉണ്ടാക്കിയത്. അതിനുവേണ്ടി ICO അടിക്കുമ്പോൾ തന്നെ അവിടെ ഫോണ്ട് വന്നു കഴിഞ്ഞു. ഐക്കോ മൂൺ എന്നുള്ള ഫോണ്ട് വന്നു കഴിഞ്ഞു. അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐക്കോ മൂണിൻ്റെ ക്യാമറ എന്നുള്ളത് ഇവിടെ ഐക്കണായി മാറിക്കഴിഞ്ഞു. കണ്ടോ? അപ്പോൾ ഞാൻ ക്യാമറ എന്നുള്ളത് ടൈപ്പ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ടൈപ്പിൽ നമ്മൾ ക്യാമറ എന്നാണ് ഇവിടെ പേര് കൊടുത്തിരുന്നത്. ഇനി അടുത്തതായിട്ട് എനിക്ക് ചാറ്റ് എന്ന് പറഞ്ഞ ഐക്കണായിരുന്നു വേണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ചാറ്റ് എന്ന് എടുക്കുന്നു. ചാറ്റ് എടുത്ത് ഇവിടെ ടെക്സ്റ്റ് ടൂൾ കൊണ്ടുവന്ന് ചാറ്റ് എന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോണ്ട് ഐക്കോൺ മൂൺ കിടക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് ചാറ്റ് ഐക്കൺ വന്നു കഴിഞ്ഞു. കേട്ടോ? അതേപോലെ ഇനി എനിക്ക് മറ്റേ കഴ്സർ ക്ലിക്കാണ് വേണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യുന്നു, ഇവിടെ വരുന്നു. ഇനി ഞാൻ ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു, ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കഴ്സർ ക്ലിക്ക് എടുത്തു. കാരണം ഈ ടെക്സ്റ്റുകൾ നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇവിടെ കൊടുത്ത അതേ ടെക്സ്റ്റുകൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഐക്കണായിട്ട് മാറുന്നു. ഇനി ഇതിൻ്റെ പ്രത്യേകത വെക്ടറാണ്. ടെക്സ്റ്റ് കണക്ക് തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഇപ്പോൾ കിടക്കുന്ന ഫോണ്ട് സൈസ് ഞാൻ ഒന്ന് വലുതാക്കിയാൽ വലിയ ഫോണ്ട് സൈസ് മാറുന്ന പോലെ തന്നെ ഐക്കൺസ് മാറി. വെക്ടർ ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ പക്ക ഷാർപ്പായിരിക്കും, ക്വാളിറ്റി ഒട്ടും ലോസ് ആവത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഐക്കൺസ് ലൈബ്രറി, നിങ്ങളുടെ സ്വന്തം ലൈബ്രറി, നിങ്ങൾക്ക് സ്വന്തം പേരിൽ ഒരു ഫോണ്ടാക്കി മാറ്റാൻ പറ്റുന്നു. വളരെ നല്ലൊരു കാര്യമാണ്. അതൊരു നല്ലൊരു ആർട്ടിസ്റ്റിക്കൽ ടാലൻ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതുപോലെ ഐക്കൺ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അവർക്ക് അവരുടേതായ സ്വന്തം ക്രിയേറ്റിവിറ്റി വെച്ചൊരു ഐക്കൺ ഉണ്ടാക്കിയിട്ട് ഒരു ഫോണ്ടും കൂടെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇതുപോലെ വളരെ യൂസ്ഫുള്ളാണ്. അതിലുപരി നിങ്ങൾക്ക് ഐക്കൺ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഒരു വലിയൊരു ബഞ്ച് ഓഫ് ഒരു ഫോൾഡറൊന്നും ഷെയർ ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഫോണ്ട് മാത്രം ഷെയർ ചെയ്താൽ മതി. അങ്ങനെ പ്രൊഫഷണലി ഇത്തരത്തിലുള്ള ഐക്കൺസുകൾ ഉണ്ടാക്കിക്കൊണ്ട് നല്ലൊരു ഫോണ്ടായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും പ്രൊഫഷണൽ ലെവലിൽ ഇനി ചിന്തിച്ചുകൊണ്ട് ഐക്കൺസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്കും യൂസ് ആവും, മറ്റുള്ളവർക്കും യൂസ് ആവും. ഓക്കെ ഡിസൈനേഴ്സ്, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെല്ലാവരും ഐക്കൺസ് ഉണ്ടാക്കുക, അതിനെ ഫോണ്ടാക്കി മാറ്റുക, ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തോളുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസൈനേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.